നമസ്കാരം. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികല ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗം നടത്തി. സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രസംഗം വ്യാപകമായി പ്രചരിച്ചിരുന്നു. പ്രസംഗം കേട്ട ആവേശത്തിലായ ശശികലയുടെ അനുയായികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ശശികല ആ പ്രസംഗത്തിൽ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളെ കൊണ്ട് ലോകത്തിന് വല്ല ഗുണവും ഉണ്ടായിട്ടുണ്ടോ? ഒരു തീപ്പെട്ടിക്കൂട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമാണ് ശശികല ചോദിച്ചത്. അറിവുള്ള ആളുകൾ ശശികലയെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം ഇവിടെ മുസ്ലിം രാജ്യങ്ങളിലെ ഒട്ടനവധി പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഗവേഷണങ്ങൾ നടത്തിയിരുന്ന ആളുകൾ, അവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലുകൾ പിന്നീട് ശരിയാണെന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അത് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് തെളിവു സഹിതം ശശികലയെ ബോധ്യപ്പെടുത്താൻ വിവരമുള്ള ആളുകളൊക്കെ ശ്രമിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ ശശികലയും അനുയായികളും തയ്യാറായില്ല. അവരിപ്പോഴും ആ പഴയ നിലപാടിൽ തന്നെയാണ്. എന്തായാലും ശശികലയെ പോലുള്ള ആളുകൾ, ശശികലയുടെ മനസ്സുള്ള ആളുകൾ, അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾ, ഇവരൊക്കെ ഇപ്പോൾ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഒരു മുസ്ലിം രാജ്യത്തിന്റെ വളർച്ച കണ്ട് ഒന്നും പറയാനില്ല അവർക്ക്. തീപ്പെട്ടിക്കൂട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആളുകളാണ് മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്തിലാണ് ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ നേട്ടങ്ങൾ, അവർ കൈവരിച്ച വളർച്ച, അതൊക്കെ ലോകത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലോക പോലീസ് എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന അമേരിക്ക, ഇസ്രായേൽ, ഇവരൊക്കെ പതുങ്ങി നിൽക്കുകയാണ്. ഇറാന് മുന്നിലൊന്നും നെഞ്ചു വിരിച്ചു നിൽക്കാനുള്ള ശേഷി പോലുമില്ല. ഭീഷണിപ്പെടുത്തി കരാറുകളിൽ ഒപ്പുവെപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ പുച്ഛിച്ചു തള്ളുകയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിലേക്ക് ഒരു ചിലവുമില്ലാതെ എത്തും എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആണവാവകാശം അത് ഞങ്ങൾക്ക് കൂടെ, ഞങ്ങളുടെ അവകാശങ്ങളാണ്, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ട്രംപിനെ തള്ളിക്കളയുകയാണ്. ചർച്ചകളൊക്കെ വഴിമുട്ടി നിൽക്കുകയാണ്. ഇറാന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. അമേരിക്ക കണ്ടെത്തിയിട്ടുള്ള റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം, ഈ യുദ്ധവിമാനത്തെ തകർക്കാൻ പോലും കഴിയും വിധത്തിലുള്ള ആയുധങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ആരുടെയും സഹായമില്ലാതെയാണ് അത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തത്. അതുപോലെ തന്നെ ഇറാന്റെ അബാബീൽ പക്ഷികൾ, ചാവേർ ഡ്രോണുകൾ, ഈ ഡ്രോണുകൾക്ക് മുന്നിൽ അമേരിക്ക തകർന്നടിയുന്ന കാഴ്ച ലോകം കണ്ടതാണ്. മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം രാജ്യങ്ങൾക്ക് വലിയ അഭിമാനമാണ് ഇറാൻ എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ഇറാൻ. എഴുതിത്തള്ളിയ ഒരു രാജ്യം. അങ്ങനെ എഴുതിത്തള്ളേണ്ടവരല്ല ഞങ്ങൾ എന്താണ് എന്ന്, ഈ രാജ്യം എന്താണ് എന്നുള്ളത് ലോകത്തിനവർ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന്റെ ഭാഗമായി, അടച്ച സമയത്ത് വീണ്ടും ചില കപ്പലുകളൊക്കെ ഹോർമൂസ് വഴി കടക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കപ്പലുകളും ഈ ഹോർമൂസ് വഴി കടക്കാൻ ശ്രമിച്ചു. ഈ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. എന്തായാലും ഈ കപ്പലുകൾക്ക് നേരെയൊക്കെ മിന്നൽ ആക്രമണം നടത്തിയത് മണിക്കൂറിൽ 185 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, ഉപഗ്രഹങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ചെറിയ ബോട്ടുകളാണ്. ഈ ബോട്ടുകളിൽ നിന്നാണ് വെടിവെപ്പുണ്ടായത്. അതായത് കൊതുക് കപ്പൽപ്പട, കൊതുക് ബോട്ട് പട എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ബോട്ട് പടയെ വിശേഷിപ്പിക്കുന്നത്. ഇതുവരെ നമ്മളൊന്നും ഈ കൊതുക് ബോട്ട് പട എന്ന് കേട്ടു കാണില്ല. നേരത്തെ അബാബീൽ പക്ഷികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില ആളുകളെങ്കിലും ഇവിടെ ആ ഒരു പ്രയോഗത്തെ വിമർശിച്ച് രംഗത്തെത്തി. എന്താണ് അബാബീൽ പക്ഷികൾ, എങ്ങനെയാണ് ഈ അബാബീൽ പക്ഷികൾ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നത് എന്നതൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇവിടെ ഇറാന്റെ ഈ ചാവേർ ഡ്രോണുകൾ അബാബീൽ പക്ഷികളെ പോലെ തന്നെ ശത്രുപക്ഷത്ത് നാശം വിതച്ചു. അത് ലോകം കണ്ടു, അന്തം വിട്ട് നിൽക്കുകയാണ്. വലിയ സാമ്പത്തിക ചിലവ്, ചെറിയ തുക ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ ആയുധങ്ങൾ തകർക്കുന്നതിന് വേണ്ടി അമേരിക്കക്കുണ്ടായി, ഇസ്രായേലിനുണ്ടായി. യുദ്ധം ഏറെക്കുറെ മതിയായി. ട്രംപിന് യുദ്ധം ചെയ്യണമെന്നില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരുപാട് പുറകോട്ട് പോയി. ഇപ്പോൾ ഭീഷണിപ്പെടുത്തി വരുതിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഭീഷണികളൊന്നും ഇറാന്റെ അടുത്ത് വിലപ്പോകില്ല എന്ന് ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഈ ചാവേർ ഡ്രോണുകളുടെ ആക്രമണവും അതിന്റെ വിജയവും ഒക്കെ ലോകം കണ്ടതിനു ശേഷമാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ
ഇറാന്റെ കൊതുകുപട സജീവമായി ശത്രുക്കളെ നേരിടാൻ ഒരുങ്ങുന്നത്. ഇപ്പോഴത്തെ ഹൂത്തികളുടെ ഒരു പ്രഖ്യാപനം കൂടെ വന്നിരിക്കുന്നു. ബാബൽ മന്ദബ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ പാത കൂടെ ഈ ഹൂത്തികൾ ഉപരോധിക്കാൻ പോവുകയാണ്. ലോകം ശ്വാസം മുട്ടും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ. ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോൾ തന്നെ നമ്മുടെയൊക്കെ അടുക്കളയിലേക്ക് വരെ ഈ യുദ്ധത്തിന്റെ കെടുതി എത്തി. നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ ആ വാർത്തകളൊന്നും ശരിയല്ല. നമ്മുടെ നാവിക കപ്പലുകൾ, നമ്മുടെ ടാങ്കർ കപ്പലുകൾക്ക് അകമ്പടി സേവിച്ച് ഹോർമുസ് കടലിടുക്ക് വഴി നമ്മുടെ രാജ്യത്തേക്ക് ആവശ്യത്തിനുള്ള പെട്രോളിയവും അതുപോലെ തന്നെ ഗ്യാസും ഒക്കെ വരുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടത് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന നമ്മുടെ രാജ്യത്തിന്റെ പതാകയുള്ള കപ്പലുകൾക്ക് നേരെ വരെ ഇറാന്റെ വെടിവെപ്പുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ രാജ്യം അമേരിക്കക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇറാന്റെ ഈ ഒരു ആക്രമണം ഈ ഒരു സമയത്തുണ്ടായത്. ഇറാനെ പ്രകോപിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറാന്റെ പ്രതികരണങ്ങളിൽ നിന്ന് അക്കാര്യം വളരെ വ്യക്തമാണ്. അതായത് അമേരിക്കയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊരു പ്രതികരണമാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം. എന്തായാലും തീപ്പെട്ടിക്കൂടും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയുടെ എഞ്ചിനും ഒന്നും കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത കഴിവുകെട്ട ആളുകളാണ് ലോകത്തെ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. അവർക്ക് ശാസ്ത്രം വഴങ്ങില്ല, മതം മാത്രമേ വഴങ്ങൂ എന്ന് അവരെ അധിക്ഷേപിച്ച്, മുസ്ലിം മതവിഭാഗത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശശികലമാർക്കൊരു മറുപടിയാണ് ഇറാൻ. അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളെ വില കുറച്ച് കണ്ട മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു മറുപടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇറാൻ തുടരും, ഇറാൻ വളരും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാന്റെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞു. കൂടുതൽ കരുത്തിലേക്ക് ഇറാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ അത് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊക്കെ ഈ വർത്തമാന കാലത്ത് നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് അത്.